ഹായ് ഓൾ, NGC ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള സിലബസിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വിങ്സ് ഓഫ് ഹോപ്പ് എന്ന യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പാഠത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലേക്ക് പോകാം. സെക്കൻഡ് യൂണിറ്റ് ആണ് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ആ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് വിങ്സ് ഓഫ് ഹോപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവിടെ കാണാം. ഓഫ് എ യങ് ഗേൾ സ്പ്രെഡിങ് ഹർ വിങ്സ് ആൻഡ് ഫ്ലൈയിങ് അബവ് ദ ക്ലൗഡ്സ് ടുവേർഡ്സ് ഡ്രീംസ്, അല്ലേ? ആ ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ചിറകുകൾ വിരിച്ച് മേഘങ്ങൾക്ക് മുകളിലൂടെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നെടുക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് മുകളിലായിട്ട് നമുക്ക് 2 വരിയിൽ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ആരാ എഴുതിയിരിക്കുന്നത്? സോറൻ കെർക്കിഗാർഡ് ആണ് ആ ഒരു കോട്ട് എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ആ കോട്ട്? ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ, കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഓക്കെ, അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ തീമിനെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കോട്ടിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആരാണ് സോറൻ കെർക്കിഗാർഡ് എന്ന് നോക്കിയാലോ. സോറൻ കെർക്കിഗാർഡ് എന്ന് പറയുന്നത് ഒരു ഡാനിഷ് സോഷ്യൽ ക്രിട്ടിക്കും എസ്സേയിസ്റ്റും പോയിറ്റൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ 19ാം നൂറ്റാണ്ടിൽ വളരെ ഫേമസ് ആയിട്ട് യൂറോപ്പിൽ വന്ന ഒരു മൂവ്മെന്റിനെയാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ അതിനെ അസ്തിത്വവാദം എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണമെന്നും ആ ലക്ഷ്യം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമുക്കാണ് അതിൻ്റെ അവകാശമെന്നും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്നും ഒക്കെയുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനി കണ്ടെത്തുക എന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണ് എക്സിസ്റ്റൻഷ്യലിസം. എന്താണെന്ന് ചോദിച്ചാൽ ജനറലി ഒരു ഉത്തരം പറയാവുന്നത്. ആൻഡ് ഈ ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന ആ ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റിന്റെ ഫാദർ ആണ് ആര്? നമ്മുടെ സോറൻ കെർക്കിഗാർഡ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ സോറൻ കെർക്കിഗാർഡ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഹി ഈസ് ദ father of the 19th century philosophical movement known by the name existentialism. ഓക്കെ, മലയാളത്തിൽ അതിനെ അസ്തിത്വവാദം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അസ്തിത്വവാദം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റിന്റെ ഫാദർ ഫിഗർ ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സോറൻ കെർക്കിഗാർഡ്. ആൻഡ് അദ്ദേഹത്തിന്റെ ലൈഫിൽ തന്നെ അദ്ദേഹം വളരെ സ്പിരിച്വൽ ആൻഡ് ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ തൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പോസിബിലിറ്റീസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഹോപ്പ് ഉണ്ടായിരിക്കണം, പ്രതീക്ഷ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു കോട്ടിലും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ, കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അദ്ദേഹം പറയാണ് വാട്ട് ഈസ് ഹോപ്പ്? ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. എന്താണ് പാഷൻ എന്ന് വെച്ചാൽ? പാഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള അതിയായ അടങ്ങാത്ത ഒരു ആഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുകയാണ് ഹോപ്പ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. നമ്മളെ കൊണ്ട് പോസിബിൾ ആയത് എന്തോ, നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് സാധ്യമായത് എന്തോ ആ സാധ്യമായ പോസിബിളായ കാര്യത്തെ നേടാനുള്ള അതിയായ അടങ്ങാത്ത ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത് ഹോപ്പ് അഥവാ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ലൈൻ നോക്കിയേ, കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അദ്ദേഹം പറയുന്നു നമ്മളുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മളുടെ പോസിബിലിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കേണ്ട നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അതിയായ അടങ്ങാത്ത ആഗ്രഹമാണ് ഹോപ്പ് എങ്കിൽ ആ ഹോപ്പിൻ്റെ പ്രസന്റ് ടെൻസ്, അതായത് ആ ഹോപ്പ് നമ്മളുടെ നിത്യജീവിതത്തിൽ എന്തായിട്ടാണ് കാണുന്നത്? ആസ് കോൺഫിഡൻസ്, നമ്മിൽ തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ആ ഹോപ്പിനെ നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോട്ട് ഒന്നുകൂടെ വായിക്കാം. ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ, കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അതായത് എന്താണ്?
നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പോസിബിൾ ആയത് എന്തോ അതെന്തുമാകട്ടെ, നമ്മളുടെ പോസിബിലിറ്റി എന്താണോ ആ പോസിബിലിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള അതിയായ അടങ്ങാത്തൊരാഗ്രഹം അല്ലെങ്കിൽ ഒരു ആവേശം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഹോപ്പിൻ്റെ നിത്യജീവിതത്തിലുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു ആത്മധൈര്യം, ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു ഹോപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് യൂണിറ്റിലുടനീളം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിനകത്ത് നമുക്ക് 3 പ്രധാനപ്പെട്ട വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പേരുള്ള ഒരു കവിതയാണ്, ഒരു പോയമാണ്. അത് എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള അമേരിക്കൻ പോയറ്റാണ് ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് പാഠത്തിൻ്റെ പേര് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അതൊരു പോയമാണ്, എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ ആണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നോക്കിയാൽ അതൊരു അനക്ഡോട്ടാണ്. എന്താ മക്കളെ അനക്ഡോട്ട് എന്ന് വെച്ചാൽ? അനക്ഡോട്ട് മീൻസ് ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കഥ, ഒരു ചെറിയൊരു കഥ. ഓക്കെ, ഒരു ചെറുകഥയാണ്. അതെന്തായിരിക്കാം? അത് സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ആ കഥയിൽ പറയുന്നത്. സോ അത്തരത്തിലുള്ള ചെറുകഥയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒരു അനക്ഡോട്ടാണ്. അതിൻ്റെ പേര് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. എന്താണ്? എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ കുറിപ്പടി, നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തരുന്ന കുറിപ്പടിയില്ലേ, അതിനെയാണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലേക്കുള്ള ഒരു മരുന്ന് കുറിപ്പടിയാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് എടുത്തിരിക്കുന്നത് ജെറോം കെ ജെറോം എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഹ്യൂമറസ് റൈറ്റിംഗ്സിന് പേരെടുത്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ 1889 പബ്ലിഷ് ചെയ്ത 3 Men in a Boat എന്ന് പറയുന്ന വർക്കിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന സ്റ്റോറി എടുത്തിരിക്കുന്നത്. ആൻഡ് തേർഡ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന പേരിൽ ഒരു മെമേറാണ്. ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്, എൻ്റെ ലോകം തന്നെ മാറിയ ആ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു മെമേർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് മലാല യൂസഫ്സായി ആൻഡ് ക്രിസ്റ്റീന ലാംബ്. ഇവർ രണ്ടുമാണ് അതിൻ്റെ ഒരു ഓതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റേഴ്സിൻ്റെ പേര് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അതൊരു പോയമാണ്, എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. അതൊരു അനക്ഡോട്ടാണ്, ഒരു ചെറുകഥയാണ്. അത് എഴുതിയിരിക്കുന്നത് ജെറോം കെ ജെറോം എന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു മെമേറാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. അതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് മലാല യൂസഫ്സായി ആൻഡ് ക്രിസ്റ്റീന ലാംബ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 വളരെ രസകരമായിട്ടുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? വിങ്സ് ഓഫ് ഹോപ്പ് ആണ്, പ്രതീക്ഷയുടെ ചിറകുകളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്തുകൊണ്ടാണ് പ്രതീക്ഷ ഉണ്ടാവേണ്ടത്? ഏതൊരു മോശം സാഹചര്യത്തിലും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ഒരു ശുഭ പ്രതീക്ഷ കൈവെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു 3 ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് തന്നെയും പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാനും തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടൊരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നിട്ടുള്ളൊരു സ്റ്റോറി, പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, വളരെ രസകരമായിട്ടുള്ള സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് മറക്കാതെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക.